വർക്കലയിലെ ട്രെയിൻ അതിക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ശ്രീകുട്ടിയുടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതത്തിലാണ് ഈ കുടുംബം. മലപ്പുറം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്രീകുട്ടി. 2025 നവംബർ 2 സുരേഷ് കുമാർ എന്നയാൾ ശ്രീകുട്ടിയെ ട്രെയിനിൽ വെച്ച് അതിക്രമിക്കുകയും ഓടുന്ന ട്രെയിനിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയും ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഒരു തിരിച്ചുവരവുണ്ടാകില്ലെന്നായിരുന്നു ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. എന്നാൽ കുടുംബം ചികിത്സയുമായി മുന്നോട്ടു പോയി. ഇന്ന് ആരോഗ്യസ്ഥിതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇനിയും ചികിത്സ തുടർന്നാൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയാണ് കുടുംബത്തെ അലട്ടുന്നത്. ഇവിടെ ഒരു 1.5 ലക്ഷത്തോളം നമുക്ക് ഈ 3 മാസം ട്രീറ്റ്മെന്റാണ് പറയുന്നത്. 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം ആകുമ്പോൾ 3 മാസം ആവും. അത് പിന്നെ കണ്ടിന്യൂ ചെയ്തെങ്കിൽ അവളൊന്നും ഓക്കെ കിട്ടുള്ളൂ. ഇതുവരേക്കും നമുക്ക് 1.5 ലക്ഷം രൂപ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. ഇനി മുമ്പോട്ട് എന്താണ് ഏതാണെന്ന് ഒരു പിടിയില്ല. 2 കൈ വിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നിലവിലെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് ഇപ്പോൾ തന്നെ കുടുംബത്തിനുള്ളത്. അതെല്ലാം കടങ്ങളൊക്കെ തന്നെയാണ്. കടങ്ങളും പിന്നെ ഉള്ളതൊക്കെ കൊടുത്തു എടുത്തുമൊക്കെ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പത്രത്തിൽ ഒരു ന്യൂസ് ഇട്ടിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് കൃത്യമായ സഹായം ലഭിച്ചില്ലെന്ന് കുടുംബം പറയുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സ മാത്രമാണ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കിട്ടിയത്. അവിടെ പൈസ ഒന്നും ആയിട്ടില്ല. അത് കഴിഞ്ഞ് അതായത് ഡിസംബർ 24 ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഇതുവരെ ഒരു ഗവൺമെന്റും ഞങ്ങളെ തേടി വന്നിട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല. ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിടത്തു നിന്നാണ് പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷേ ഇനി തുടർ ചികിത്സയ്ക്കും സാമ്പത്തിക ബാധ്യതയാണ് ഈ കുടുംബത്തെ കടക്കണിയിലാക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടാകുമെന്നാണ് ഈ കുടുംബം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞ് മീഡിയ 1.